ഹേ ഗായ്സ്, അപ്പോൾ നിങ്ങളെല്ലാവരും മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ സിനിമയ്ക്ക് അതൊരു ഫേമസ് ആയ ഡയലോഗുണ്ട്, ഫോട്ടോഗ്രാഫി നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല ബട്ട് പഠിക്കാൻ പറ്റും. ഇത് ശരിക്കും സത്യമാണോ? നമുക്ക് നമ്മുടെ പിക്സ് ടൂൺസിലെ ഫോട്ടോഗ്രാഫി പഠിക്കുന്ന സ്റ്റുഡൻസിനോട് തന്നെ ചോദിച്ചാലോ? വാ. ഹലോ. അപ്പം ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടായിരുന്നോ? കേട്ടായിരുന്നു. സോ ഈ ടോപ്പിക്കിൽ നിമ്മിയുടെ ഒപ്പീനിയൻ എനിക്കൊന്ന് ഷെയർ ചെയ്യാമോ? ഷെയർ ചെയ്യാം. ഇപ്പോൾ ചോദിച്ച പോലെ തന്നെ ഫോട്ടോഗ്രാഫി നമുക്ക് പഠിക്കാനും പറ്റും പഠിപ്പിക്കാനും പറ്റും. അത് ഞാനിവിടെ പഠിക്കാൻ വരുന്നതിന് മുന്നേ എൻ്റെ ഒരു ഇതിൽ 2 കാറ്റഗറി ഫോട്ടോഗ്രാഫി മാത്രമേ ഉള്ളൂ എന്നായിരുന്നു, വെഡ്ഡിങ്ങും വൈൽഡും. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് ഒരു 33 കാറ്റഗറി ഫോട്ടോഗ്രാഫി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതിൽ ഇവൻറ്റ്, ബേബി ഷൂട്ട്, ന്യൂസ്, അങ്ങനെ എല്ലാ കാറ്റഗറീസും നമുക്കിവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫോട്ടോഗ്രാഫി പഠിക്കാനും പറ്റും പഠിപ്പിക്കാനും പറ്റും. അപ്പോൾ താങ്ക് യു സോ മച്ച് നിമ്മി. അപ്പോൾ നമുക്ക് ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റുന്നതാണ് നിമ്മി പറയുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ബാക്കിൽ കുറച്ച് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആൾക്കാരുണ്ടല്ലേ, നമുക്ക് അവരുടെ അടുത്തും കൂടെ ഒന്ന് പോയാലോ? ഹലോ, പേരെന്താ? ഹരി അല്ലേ? ആളുടെ പേരോ? രാഹുൽ. ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടില്ലായിരുന്നോ? ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല ബട്ട് പഠിക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് മഹേഷിൻ്റെ പ്രതികാരത്തിൽ. അപ്പം ചേട്ടൻ്റെ ഒപ്പീനിയൻ എന്താ അതിനകത്ത്? ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും എടുക്കാൻ പറ്റും, സ്മാർട്ട് ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിലും ആർക്കും എടുക്കാൻ പറ്റും. പക്ഷേ അത് എത്രത്തോളം മറ്റൊരു വ്യത്യസ്തമായിട്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതിൽ നമുക്ക് ഫ്രെയിമിംഗ് ആൻഡ് കോമ്പോസിഷൻ എന്ന് പറയുന്ന ഇതിലാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതിൽ തന്നെ ഒരു 7 ടൈപ്പ് ഓഫ് റൂൾസ് തന്നെ നമുക്ക് പറയുന്നുണ്ട്. അതിൽ മെയിനായിട്ട് റൂൾ ഓഫ് തേർഡ് എന്നുള്ള റൂൾ വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. പക്ഷേ അത് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ നോർമൽ ആൾക്കാരിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിട്ട് ഏറ്റവും നന്നായിട്ട് ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. നമ്മളെ ഫോട്ടോ എപ്പോഴും ശ്രദ്ധിക്കപ്പെടണം. അപ്പോൾ അതിനുവേണ്ടി അത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ ഫ്രെയിമിങ് കോമ്പോസിഷനും അടിപൊളിയായിട്ട് വരാൻ തുടങ്ങിയത്. അപ്പോൾ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റുന്നതാണല്ലേ പറയുന്നത്? ഓക്കെ. അപ്പം ഈ നെക്സ്റ്റ് ആളുടെ കൂടെ ഒന്ന് ചോദിക്കാം അല്ലേ? ലാസ്റ്റ് നമ്മുടെ ആളാണ്. അപ്പം ഒന്ന് പറയാമോ എന്താ തൻ്റെ ഒപ്പീനിയൻ ഈ കാര്യത്തിൽ? ഞാൻ ഇത്ര നാൾ വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഒരു ക്യാമറയും ലെൻസും ഉണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഫോട്ടോ എടുക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്ന് സീരിയസ് ആയിട്ട് ഇത് പഠിച്ച് തുടങ്ങിയ പിന്നെ മനസ്സിലായ പലതരത്തിലുള്ള ഫോട്ടോഗ്രാഫീസ് ഉണ്ട്. അതിന് പല രീതിയിൽ എടുത്താലാണ് ശരിയാവുള്ളൂ. ക്യാമറയുടെ സെറ്റിങ്സ്, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ടായിട്ടുള്ള ഫോട്ടോ കിട്ടും. എപ്പോഴും ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ട് നിൽക്കണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുള്ളൂ. അപ്പോൾ അത് ഇവിടെ വന്ന് സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങി പിന്നെ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ ലൈറ്റിംഗ്, ഫ്രെയിമിംഗ്, കമ്പോസിഷൻ, കളർ തിയറി, റൂൾ ഓഫ് തേർഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ പഠിക്കാനുണ്ട്, അതിവിടെ നന്നായിട്ട് പഠിപ്പിക്കുകയും ചെയ്യും.